Hello guys, we are back. Yeah, with another video. അതെ another video. അപ്പോൾ വെൽക്കം ബാക്ക്. അറിയില്ല പോഡ്കാസ്റ്റ് സ്പീഡ് കൂടുതലാണോ? ഓക്കെ, നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്തേക്കണം പുതിയൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ വന്നേക്കും. പുതിയൊരു പോഡ്കാസ്റ്റും പുതിയൊരു ലൊക്കേഷനുമായിട്ടാണ് ഇന്ന് പുതിയൊരു ലൊക്കേഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അതെ, ലൊക്കേഷൻ തപ്പി നടക്കുമായിരുന്നു. പിന്നെ മഴയൊക്കെ അല്ലേ, പിന്നെ വീഡിയോസ് ഇടാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെ സമയമില്ലായിരുന്നു. നമ്മളെ തൊട്ട് താഴെ ഒരു കുളം എന്ന് പറയാൻ പറ്റില്ല, ഒരു നീന്തൽ പരിശീലന കുളം. ഇത് ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ വീഴും. നമ്മള് രണ്ടുപേരും ഒരാള് അല്ലേ, രണ്ടുപേരും ഒരാള് കാണും. തിരിച്ചു പോകുമ്പോൾ വണ്ടി എടുത്തു പോയി. നല്ല ആഴ്ചയുണ്ട്. എന്താ ഇന്നത്തെ ടോപ്പിക്? ഇന്നത്തെ ടോപ്പിക്കാ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്തു ടോപ്പിക്ക്? ഒരുത്തന്മാരും കമന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഒരുത്തന്മാരൊന്നും പറയരുത്. സുഹൃത്തുക്കൾ ആരും കമന്റ് ചെയ്തിട്ടില്ല. കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ടോപ്പിക് കിട്ടി നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതെ, എനിക്ക് പിന്നെ മൈക്കോണല്ലേ ഇന്നത്തെ ടോപ്പിക്. എനിക്ക് പിന്നെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള റിലേഷൻഷിപ്പ് നല്ലൊരു അഭിപ്രായമാണ്. ആ ഒരു ഉന്മാദത്തിൽ നമ്മൾ മുഴുകിപ്പോകും. ആധുനികമായിട്ട് അതെ, ആ ഫസ്റ്റ് ടൈം ഉണ്ടാവുന്ന ആ ഇതേ ഉള്ളൂ. പിന്നെ ആവുമ്പോ രണ്ടുപേർക്കും ബോറടിച്ചു കൊടുക്കും. ആദ്യം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാർക്ക് ഒരിതാണ്, കൂടുതലും ആൾക്കാർക്ക് എന്താ വെച്ചാൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പം ഒരു ബോയ് ഒരു ഗേളിനെ പോയി പ്രപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ട് അവിടെ പിറകെ നടന്ന് കുറച്ചുകൂടി ഇതായി അവളെ സംസാരിച്ച് ഓക്കെ ആക്കി അവള് ചിലപ്പോൾ പറയും, ചെന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ പറയും ഇപ്പൊ വേണ്ട ഫ്രണ്ടായിട്ട് ഞാൻ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ പറയാൻ നടന്ന് അല്ലല്ല അങ്ങനെയല്ല, ഞാനൊരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, ബ്രദർ ആയിട്ടാണ് കണ്ടത്. ആദ്യത്തെ പ്രപ്പോസ് അല്ലേ നമ്മൾ ആ കണ്ടിട്ട് നമ്മള് പാസ് പിടിക്കുന്ന ഒരു പെൺകൊച്ചിൽ തന്നെ ഇത്രയൊക്കെ കേട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിറകെ നടന്നാണ് ഓരോ റിലേഷനും ഇതായി പൂവണിഞ്ഞ് അങ്ങനെ പോകണം അല്ലേ, നല്ല കണക്ട് ആവുന്നത്. പിറകെ നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരെ കൂടെ തന്നെ നടക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കർഷകം തോന്നി അവരെ ഓക്കെ ആവും. എല്ലാ റിലേഷനും അങ്ങനെയാണ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു വർഷം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരു വർഷത്തെ ഒരു 6 മാസം നോക്കിയാൽ 6 മാസം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആദ്യമായിട്ട് റിലേഷൻ ആവുന്നു, ഗേളിനാണെങ്കിലും ബോയ്ക്കാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് ഒക്കെ ഒരു സമയമാകുമ്പോൾ കഴിയും. പിന്നെ എക്സൈറ്റ്മെന്റ് റിയാലിറ്റിയിലോട്ട് മാറും. അതെ, എക്സൈറ്റ്മെന്റ് റിയാലിറ്റിയിലോട്ട് മാറും. അപ്പൊ പിന്നെ അവിടെ അടിയും പ്രശ്നം അന്നൊന്നും ഇല്ലാത്ത ഫാമിലി പ്രോബ്ലം അത് കുറെ അത് ലാസ്റ്റ് അല്ലേ. ആദ്യം ഒരു എക്സൈറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് അത് റിയാലിറ്റിയിലോട്ട് മാറും. ആ റിയാലിറ്റി നമ്മളിങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അത് ആ സമയത്തായിരിക്കും അടി കൂടുന്നത്. കുറെ അടിയും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ആയിരിക്കും വരുന്നത് 6 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇത് പോകും, ആ ബോണ്ട് പോയെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിതാവും. അപ്പോഴത്തേക്ക് ആ റിലേഷൻ നിന്ന് പതിയെ ഗ്രോത്ത് ഇല്ലാതെ അടിയും ബഹളമായി എപ്പോഴും അടിയാന്ന് വിചാരിക്കും. ആ ഒരു രീതിയിലായി മാറും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് പണ്ടത്തെ കാലത്ത് പറയുന്നത് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ മീൻസ് അന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഭയങ്കര ടാസ്ക് ആണ്. 3-4 ദിവസം കഴിയുമ്പോ ഒരു മെസ്സേജ് ഒക്കെ വരുള്ളൂ. മെസ്സേജ് അല്ലേ, ലെറ്റർ അത് കാണാൻ പറ്റുമോ? 2-3 വർഷം കഴിഞ്ഞൊക്കെ കാണുള്ളൂ. സത്യം, ബന്ധം എപ്പോഴും ഉണ്ട്. അന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ഇതാണ് രണ്ടുപേരും കാത്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്ന് രണ്ടുപേരും കാത്തിരുന്നു. അവര് രണ്ടുപേർക്കും അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഉണ്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നൊരിതുണ്ട്. സത്യം, അന്നത്തെ കാലമൊക്കെ ആയിരുന്നു നൈസ്. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും അറിയാം, രണ്ടുപേരും ഇതിപ്പോ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വല്ലാണ്ട് അങ്ങ് കൂടിപ്പോയി. കമ്മ്യൂണിക്കേഷൻ കൂടുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും സമയത്ത് ബിസി ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഇത് വരും. അപ്പൊ അവര് വേറൊരാളോട് സംസാരിച്ച് അങ്ങനെ കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ബിസി ആകുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാൻ വയ്യാന്ന് ഇതാവും, വേറെ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും. അതിപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ അത് നമുക്ക് ഷോക്കായിട്ടായിരിക്കും തോന്നുന്നത്. എന്നോടൊന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പഴയ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ വന്നു. അപ്പോഴത്തേക്കും ലാൻഡ് ഫോണിൽ കൂടെ കുറെ അങ്ങനെയൊക്കെ വന്നു. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ബെസ്റ്റീസ് ഒക്കെ വന്നു തുടങ്ങി. ഒരു കഴിഞ്ഞ 2019 തൊട്ടൊക്കെ കൂട്ടാം, 20 തൊട്ടൊക്കെ ബെസ്റ്റീസ് ആയി തുടങ്ങി ഇല്ലേ. ആ ഒരു ട്രെൻഡ് വന്നു തുടങ്ങി. പിന്നെ എല്ലാ പെൺപിള്ളേരും അത് ഇപ്പൊ അങ്ങനെ ആരും പറയില്ല. അതിന്റെ ട്രെൻഡ് കഴിഞ്ഞു. ഒരു 20 തൊട്ടായിരുന്നു ബെസ്റ്റീസിന്റെ കാലഘട്ടം. ബെസ്റ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എവിടെ പോകാനും ആള് ഭയങ്കര അത് സംഭവം എന്ന് വെച്ചാ ഈ ടിക്ടോക്ക്, റീല്,
ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോയിലുള്ള എല്ലാവരും അവരെയും കൂടെ ഊക്കി കൊണ്ടിടുമ്പോഴാണ് ഇത് ഈ പേര് തന്നെ ഒരു ഇതായി പോയി. പൊങ്ങി വരുന്നത് അന്വർത്ഥമായി പോയി. സത്യം. ബെസ്റ്റീസ് എന്ന് പറയുന്നത് കൂടുതലും ഉണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആണ് പെണ്ണാണെങ്കിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ ബെസ്റ്റി എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പറ്റി ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ വന്നപ്പോഴത്തേക്കും അപ്പം അത് നല്ലപോലെ നടക്കണവർക്കും അതൊരു നല്ലൊരു ചീത്ത പേരായി തുടങ്ങി. അവർക്കും ഇങ്ങനെ എന്റെ ബെസ്റ്റിയാണ് എന്ന് പറയാം. അവരൊക്കെ ഒരു ചങ്കയും അവര് എന്തൊരു വിചാരിക്കൂല, അയ്യോ എന്റെ സുഹൃത്താണ്, ബാക്കിയുള്ളവരെന്ത് ഇങ്ങനെ ചിന്തിക്കുന്നു, വെളിയിൽ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതുണ്ട്, അത് അങ്ങനെ ഒരു ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രെൻഡ് എനിക്ക് 2-3 ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ ആയിട്ടുണ്ട്. ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥ. നീ അവരൊക്കെ ബെസ്റ്റ് ആയിരുന്നു? അല്ല എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇടുക്കിയിലൊരു ഫ്രണ്ട് ഉണ്ട്, സ്വാതി എന്ന് പറയണം. പുള്ളിക്കാരിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടായി, റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടായി. അതിന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വേറെ ഒന്നുമില്ല, പേരില് ഒരു ഇത് വന്നപ്പോ ട്രെൻഡിനനുസരിച്ച് ഇതായി വന്നപ്പോ അവരെ റിലേഷൻഷിപ്പിലും പോയി. അത് റിലേഷൻഷിപ്പിൽ കൂടുതലും ബാധിക്കുന്ന ബെസ്റ്റീസിന്റെ അത് ബാധിക്കുന്നുണ്ട് ആ കൂടുതൽ. പക്ഷെ ചിലവർക്കൊന്നും അത് ഓക്കെ, ചില റിലേഷനൊക്കെ ഓക്കെ ഉണ്ട് ബെസ്റ്റീസ് എന്നാലും ചിലതൊക്കെ ഓക്കെയാണ്. അവർക്ക് നല്ല ഇത് ഉണ്ടെങ്കിൽ അവർ ഓക്കെ. ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് അത് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ബെസ്റ്റീസിന്റെ കാലം ഇപ്പൊ ഇതായി ഇപ്പം ഫുള്ള് മറ്റേ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് മറ്റേ സിറ്റുവേഷൻ ഷിപ്പ് അത് ഷിപ്പ് പറയാന്ന് സിറ്റുവേഷൻ ഷിപ്പ് ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ അറിയാത്ത കുറെ ഉണ്ട്. ഷോർട്ട് ടൈം ഷിപ്പ് അങ്ങനെ എന്തോ, ഷോർട്ട് ടൈം 2 മാസത്തെ അങ്ങനെ എന്തോ അങ്ങനെയുണ്ടോ? ഇപ്പൊ ഷോർട്ട് ടൈം റിലേഷൻഷിപ്പ് ഒന്നും യഥാർത്ഥ റിലേഷൻഷിപ്പ് അല്ല, സത്യം പറഞ്ഞല്ല. അവര് ജസ്റ്റ് നമുക്കിപ്പം ഇത് തോന്നി അപ്പൊ ഉണ്ടാവുന്ന ഉന്മാദം, അല്ലാതെ ലൈഫ് ലോങ് എത്ര വേണമെന്നൊന്നും അവർക്ക് പ്രേമിക്കാത്ത ആരും. എല്ലാരും പ്രേമിച്ചു. നമ്മളാകെ കല്യാണം കഴിക്കുമ്പോഴാ അയ്യോ ആ ചിരിയിലെങ്കിൽ അയ്യോ എങ്ങനെ വിശ്വസിച്ചതാ? അതല്ല, നമ്മള് ഭയങ്കര നമ്മള് നല്ലൊരാളെ കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നിലും ചാടാതൊക്കെ ഇരിക്കുന്നു വെച്ചോ. ഇതൊക്കെ തഴക്കവും വഴക്കവും വന്നവരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇനി ഈ സമയത്ത് ആരടുത്ത് എത്ര പ്രേമിച്ചിട്ടുണ്ടെന്ന് പറയരുത്. അല്ല, സത്യതല്ലേ? സത്യതാണ്. നമുക്കിപ്പോ എത്ര പ്രേമിച്ച റിലേഷൻഷിപ്പ് അങ്ങനെയായിരുന്നു. നീ ഇപ്പൊ ഏതൊക്കെ എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിൽ എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇത് പണ്ട് അങ്ങനെയൊന്നും. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചു വന്നാൽ അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പരസ്പരമായിട്ട് പറഞ്ഞെന്ന് വെച്ചോ, ഭർത്താവ് എന്തായാലും നീ അവന്റെ കൂടെ പോ, മറ്റവന്റെ കൂടെ ഇപ്പൊ അത് പറഞ്ഞാലും അത് പറയത്തില്ല. ഇത് പറഞ്ഞാലും അത് അന്നത്തെ കാലഘട്ടം. പക്ഷെ ഇപ്പൊ അതല്ല നടക്കുന്നത്. ഇപ്പൊ കൂടുതലും റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നല്ല ചോദിക്കാനുള്ളത്. ആ സത്യം. ഇപ്പൊ പിള്ളേരൊക്കെ ഉണ്ടോ വിളിച്ചോടുന്ന പണ്ട് മറ്റേ എല്ലോളം തരി ഉള്ളപ്പോ ടൈപ്പില് ഉണ്ടായിരുന്നു. മറ്റേ ഫുൾ എഡിറ്റ് ചെയ്ത് മറ്റേ ട്രാൻസിഷനൊക്കെ കയറ്റി സൗണ്ട് എഫക്ട്സ് ഒക്കെ കയറ്റിയാണ് ഇടുന്നത് പയ്യന്മാര് കല്യാണം കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഇടയ്ക്ക് മറ്റേ +2 പഠിക്കുന്നത് പറഞ്ഞു പെല്ലാണോ പിന്നെ ഇപ്പൊ അതാണ് കേട്ടോ, പിന്നെ പട്ടത്ത് ഇടയാണ്. ഇപ്പൊ ഫുൾ അതാണ്. ഇപ്പൊ മറ്റേ +2 ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പം കല്യാണം എല്ലാം കെട്ടിച്ചില്ല വിളിച്ചോടി പോവേ. അവർക്കൊന്നും അറിയത്തില്ല, ഇതിന്റെ ബാക്കിലോട്ടുള്ളത് അറിയത്തില്ല. അവർ ആ ഒരു എക്സൈറ്റ്മെന്റ് ചെന്ന് വീഴും. ആദ്യത്തെ എക്സൈറ്റ്മെന്റിൽ ചാടി കയറി കല്യാണമൊക്കെ കഴിക്കും. പിന്നീടാവുമ്പോ അടുക്കും. പിന്നെ ഒരു സമയത്തെ കല്യാണം കഴിക്കാം. ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞില്ലായിരുന്നു +2 പഠിക്കുന്ന. അപ്പൊ എന്തോ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നല്ലോ സൗന്ദര്യം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ചോദിക്കുകയും ചെയ്തായിരുന്നു, സൗന്ദര്യം പോയി കഴിഞ്ഞാൽ കളയുന്ന ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ ആ പെണ്ണിന്റെ മുഖം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാലും അവൾക്കും അത് മനസ്സിലാവാനുള്ള ഇതില്ല, 18 വയസ്സ് പക്വതയില്ല. അപ്പോഴും ആ ഒരു ഇതിലാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ചോട്ടങ്ങള് പണ്ടത്തെ ഒളിച്ചോട്ടം എങ്ങനെ മറ്റേ വീട്ടിൽ കെട്ടി അത് അങ്ങനെയായിരുന്നു. വീട്ടിൽ കെട്ടിക്കണല്ലോ, എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പൊ പിന്നെ രാത്രിയാകുമ്പോ ഇപ്പൊ എന്തോന്നു, ഇപ്പൊ ഓൾമോസ്റ്റ് ഫാമിലിയിലും ഇപ്പൊ എല്ലാം ഓക്കെ ആക്കുന്നുണ്ട്. പണ്ടത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് വീട്ടിൽ സമ്മതിക്കത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റും. പണ്ടുള്ള ഒരു കാസ്റ്റ് വന്നായിട്ട് നോക്കുന്നവരാണ് ഭയങ്കര എല്ലാരും മാക്സിമം പണ്ടത്തെ ഒരു ഇതില് മറ്റേ എല്ലാരും കാസ്റ്റ് നോക്കുമായിരുന്നു. ഇപ്പോഴും നോക്കുന്നവരില്ലെന്നല്ല, നോക്കുന്നവരുണ്ട്. അതെന്തിട്ടെന്ന് വെച്ചാ വേറെ ഒന്നുമില്ല, ഈ കുടുംബത്തിൽ ഭയങ്കര ബിഗ് ഫാമിലീസിലൊക്കെ നോർമലി കല്യാണം നടന്നു പോകണം. അപ്പം വേറെ കാസ്റ്റിലുള്ളവരെയൊക്കെ കല്യാണം കഴിയുമ്പോ നമ്മുടെ അത് അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ഇതാണ് പേരൻസിന്. അല്ലാതെ അവർക്കൊരു എതിർപ്പില്ല.
ആ ഒരു ഇതേ ഉള്ളൂ. ചിലത് ആയിട്ടുള്ള കുറെ പേരുണ്ട്. ചിലരത് എതിർക്കും. എന്റെ മോളെയോ മോനെയോ ഒക്കെ കഴിഞ്ഞാൽ അത് എന്റെ ഇഷ്ടമാണ്, ആരും പറയേണ്ട കാര്യമില്ല. ചിലർക്ക് അതൊന്നുമല്ല. വീട്ടില് ഇതൊക്കെ ബാക്കി ഫാമിലീസ് എന്തൊരു പറയും, എന്താ പറയാ, 4 ആള് കൂടുമ്പോ ഒരു കല്യാണം. ഇപ്പൊ അവിടെ ആ കുടുംബത്തിൽ തന്നെ വേറെ ബന്ധുക്കളില്ല, അവരൊക്കെ കല്യാണത്തിന് പോകുമ്പോഴും ആ ചെറുക്കനെ ഒരു വേറൊരു കാസ്റ്റ് ആയിട്ടേ കാണുള്ളൂ. ചിലവർക്ക് നാട്ടുകാരെന്ത് പറയും, മക്കളെ കെട്ടിച്ചു കൊടുത്താ, അല്ലെങ്കിൽ മൊത്തത്തിൽ പറയല്ലേ, ചിലർക്ക് അങ്ങനെ എന്തുമാത്രം നല്ലതായിട്ട് ഇപ്പൊ സ്നേഹിച്ചിരിക്കുന്ന ഒരാള് ഇപ്പൊ കെട്ടിക്കാതെ വെളിയിൽ നിന്ന് ആരെങ്കിലും കെട്ടിച്ചു കഴിഞ്ഞ് അവരുടെ ജീവിതം ഭയങ്കര ശോകമായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മറ്റേ പുള്ളി വെള്ളോടി അങ്ങനെ ഈ രീതിയിലൊക്കെ പോകണം. അവരെ ലൈഫ് ഒട്ടും നോക്കിയല്ലോ. ഈ വീട്ടുകാർക്കും അവരെ ഒന്നും പറയാനും പറ്റത്തില്ല. അവരിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എന്നെ കെട്ടിച്ചു തന്നിട്ടല്ലേ ഇതായി പോയെന്ന്. പെണ്ണ് ചോദിച്ചാൽ പോയില്ല. അതും നല്ലൊരു അത് ഭയങ്കര ശോകമാണ്. ഒരു പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച അവസാനം ഒരു പരിചയം ഇല്ല, ഫാമിലിക്ക് അറിഞ്ഞൂടെ എന്താണ്. പണ്ടാണെങ്കിൽ പണ്ടുള്ളതായാലും അഡ്ജസ്റ്റ് ചെയ്താണ് പോവാറ്. കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിപ്പോ പണ്ട് ഞാനും കേട്ടിട്ടുണ്ട്, എനിക്ക് പറ്റണില്ല, അമ്മ ചേച്ചിമാരെ കഴിഞ്ഞ് പറ്റണില്ല, ഇവിടെ ഭയങ്കര പ്രശ്നവും ഇതൊക്കെ തന്നെ, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അമ്മ സ്വന്തം അമ്മയ്ക്ക് അങ്ങനെ പറയത്തുള്ളൂ. എല്ലാവരും അങ്ങനെ പറയൂ. അച്ഛനാണെങ്കിലും അങ്ങനെ പറയൂ. ഇപ്പൊ കൊറേ ഡൈവോഴ്സ് വരാൻ കാരണം എന്ന് വെച്ചാൽ പെമ്പിള്ളേരൊക്കെ എതിർത്ത് തുടങ്ങി. സ്വന്തം കാര്യം നിൽക്കാനുള്ള പ്രാപ്തിയായപ്പോ പണ്ട് വിടത്തില്ലല്ലോ, ജോലിക്ക് വിടത്തില്ല. കെട്ടിക്കഴിഞ്ഞാൽ പെണ്ണ് മറ്റേ വീട്ടിന്റെ അടുക്കളയിൽ ഇരിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും വെച്ചുണ്ടാക്കി കൊടുക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു പണ്ട്. ഇപ്പം പക്ഷെ അതൊക്കെ മാറി വരുന്നുണ്ട്, കുറെ മാറുന്നുണ്ട്. പക്ഷെ എന്നാലും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, കുറെ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോഴും നമ്മളൊരു മറ്റേ വീട്ടിൽ വിളിച്ചൊന്നും പറയില്ല, കളഞ്ഞിട്ട് പോകണമെങ്കിൽ കളഞ്ഞിട്ട് പോയി വീട്ടിലും കയറിച്ചില്ലേ. അല്ലാതെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കത്തില്ല. ഇപ്പം കുറെ കേസ് അത് ഇതും എല്ലാം വന്നില്ലായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും എന്ന് വെച്ചാൽ അത് കല്യാണത്തിലോട്ട് എത്തുന്നത് നോക്കുന്നത് ഇപ്പം ആണിനും പങ്കുണ്ട്, പെണ്ണിനും പങ്കുണ്ട്. പക്ഷെ പെണ്ണിനായിരിക്കും കൂടുതൽ പങ്ക് വരുന്നത്. ആണിനും ഉണ്ട് പങ്കുണ്ട് എന്ന് വെച്ചാൽ അവൻ ചെന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അവൻ ചെന്ന് സംസാരിച്ച് കൺവിൻസ് ആയില്ല, ഇപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു നീ വേറെ ആരെങ്കിലും കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവളും കൂടെ വിചാരിച്ചാലേ, അവളോട് കൺവിൻസ് ചെയ്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഒന്ന് ചോദിച്ചാലും വീട്ടിൽ ഇങ്ങനെ ഒരാൾ വരും, അപ്പൊ പേരൻസ് എന്തായാലും ചോദിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ, എന്തായാലും പറയണമല്ലോ. ജോലി നമ്മൾ നല്ല ഇപ്പൊ ഒരു പയ്യൻ നല്ലൊരു ജോലി സമ്പാദിച്ചു, ഏതൊരു പയ്യനായാലും എന്തിനാണ് പെണ്ണ് ചോദിക്കാൻ വന്നപ്പോ ജോലി ഇല്ലാതെ ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കത്തില്ല. അങ്ങനെ ചോദിക്കാതെ എന്തുമാത്രം പ്രണയം പോയിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്പൊ ഉള്ളതെല്ലാം കുറെ പണ്ടത്തെ കണക്ക് ലോങ് ആയിട്ട് റിലേഷൻ കൊണ്ടുപോകണില്ല. ഒരു 1 വർഷം 2 വർഷം ആ ഒരു ഗ്യാപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. പിന്നെ കൂടുതൽ വർഷം ആവാതിരിക്കണേ നല്ലത്. ഒരു പരിധി വിട്ട് നടക്കൂല എന്നൊക്കെ ആയാൽ പിന്നെ അവിടെ കൊണ്ട് നിർത്തണായിരിക്കും നല്ലത്. അത് ആദ്യം കുറച്ച് വിഷമം കാണുമെങ്കിൽ പിന്നെ നമ്മൾ റിയാലിറ്റിയിലോട്ട് മനസ്സിലാക്കുമ്പോ അത് ഓക്കെ ആയിരുന്നു, ചെയ്തത് നന്നായി, പിന്നെ ആയാലും ആലോചിക്കാമല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരും. കൂടുതലും വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പെമ്പിള്ളേർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന റെയർ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് നമ്മൾ ഇതാക്കി തങ്ങും അല്ലേ. അല്ലെങ്കിൽ കറക്റ്റ് വന്ന് പറഞ്ഞ് എടാ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഓക്കെ രണ്ടുപേരും അതില് അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് പിരിയുന്നതും പിന്നെ ഈ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിരിയുന്നതും രണ്ടാണ്. ആ കള്ളം പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് കള്ളമാണെന്ന് അറിയുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് തീർത്തേ നല്ല. അത് കൂടുതൽ പോയാൽ പിന്നെ അത് പിന്നെ ശോകമാണ്, അത് ഭയങ്കര ശോകമാണ്. അപ്പൊ പറ്റുന്നില്ല എന്ന് എന്തെങ്കിലും റീസൺ അവർക്കും കാണും, നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അത് ചിലത് പക്ഷെ നമ്മളടുത്ത് പറഞ്ഞാലും പക്ഷെ അവരതൊന്നും അപ്പൊ ആ സമയത്ത് അവരൊന്നും അതല്ല ചിന്തിക്കുന്നത്. അവര് ആരും ഒറ്റ മൈൻഡ് ആയിരിക്കും, അതങ്ങനെ പറഞ്ഞാൽ മതി. അവരിപ്പം അവരുടെ മനസ്സിൽ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം പറഞ്ഞു വെച്ചോ, ഇപ്പൊ ഒരു പെണ്ണെടുത്ത് എന്തെങ്കിലും ഏതെങ്കിലും പെണ്ണെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഞാനൊക്കെ ആണെങ്കിൽ രാത്രി കിടത്തുറങ്ങി രാവിലെ അടിക്കും മറന്നുപോകുന്ന ആൾക്കാരാണ്. ഈ തലയിൽ നിന്നിട്ട് ഇറങ്ങുന്ന ലീഗ് അറിയത്തില്ല. അതേടൊക്കെയാണ് ഈ പെമ്പിള വിഷയം മറക്കത്തില്ല. അവർ ഓർമ്മിച്ച് ചോദിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതെടുത്തിട്ട് കുത്തുമ്പോ അത് പിന്നെ ഒരു വലിയ പ്രശ്നവും. ആ പ്രശ്നം അവിടെ പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ തീർന്ന്. പക്ഷെ തീർത്ത് കഴിഞ്ഞാൽ ഇവരെ മനസ്സിൽ കാണും. അത് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയും കുറെ റിലേഷൻ പോയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇവര് എന്താണ് ഇങ്ങനെ ഒറ്റ മൈൻഡായിട്ട് ചിന്തിച്ചാണ് ഓരോന്ന്. നമ്മള് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചൊന്നുമല്ല, അവര് ആ സമയത്ത് അപ്പൊ അങ്ങനെ തോന്നിയങ്ങ് ചെയ്യും. പിന്നീട് അവര് ആലോചിക്കും അങ്ങനെ പറയേണ്ടായിരുന്നു, എന്നിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും. ഒരു റിലേഷൻഷിപ്പ് പോയെന്ന് വെച്ച് പിന്നെ അവരടുത്ത് മിണ്ടാതിരിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഒന്ന് ഹായ് പറയാനുള്ള എന്തെങ്കിലും വെച്ചേക്കണം. അതിലൊന്നും ഒരു തെറ്റില്ല. ചിലർക്ക് അത്
തീരെ പറ്റൂല. അവർക്ക് വാശിയും ദേഷ്യവും. ചിലവരുണ്ട് മറ്റേ ഈ കള്ളം പറഞ്ഞ നമ്മുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അത് ശോകമല്ല. അത് ശോ അത് ആ അടുത്ത് എന്നിട്ട് പിന്നെ മിണ്ടുന്നത് ഭയങ്കര ശോകം. ചതിച്ചുകൊണ്ട് പിന്നെ അവരടുത്ത് മിണ്ടാൻ പോകേണ്ട കാര്യം. നല്ല മ്യൂച്വലായിട്ട് ഇപ്പം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിക്കുന്ന ആൾക്കാർ ഹായ് ബൈ ബന്ധോ അല്ലെങ്കിൽ പിന്നെ ആ കാര്യം അറിയാലോ എന്തുകൊണ്ടാണ് നിത്യം. പിന്നെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടങ്ങ് പോയാൽ മതി. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതാവും. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ വെച്ചാൽ ഇപ്പം പ്രേമ നൈരാശ്യം കാരണം മറ്റേ തൂങ്ങലും അങ്ങനെ ഇങ്ങനെ കുറെ വിഷമടി അതും ഇതൊക്കെ ആയിട്ടല്ലേ നടക്കുന്നത്. അതൊക്കെ പക്വതയില്ലായ്മയാണ്. അതൊക്കെ സത്യം പക്വതയില്ലായ്മയാണ്. എന്നുവെച്ചാൽ കൊച്ചു പിള്ളേര് 17-18 ഒരു റിലേഷനിൽ ഇപ്പം ഒരാൾ ബ്രേക്കപ്പ് പറഞ്ഞുകൊണ്ട് ഇപ്പം തൂങ്ങുന്ന തലമുറയാണ് ഇപ്പോഴത്തുള്ള തലമുറ. ഒരാൾ ഇപ്പൊ കളഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ ഇട്ടേച്ച് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് കയറി തൂങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും കൈ ഞരമ്പർക്ക് എന്തെങ്കിലും ചെയ്ത് അവർക്ക് എങ്ങനെയും മരിക്കണം. ആ ഒരു ടെൻഡൻസിയാണ്. ഇപ്പൊ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ ഉള്ളതെല്ലാം അങ്ങനെയാണ്. കൂടുതലും അങ്ങനെയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിക്കും. അപ്പൊ തോന്നണ ഇതാണ് സത്യം. അപ്പൊ പിന്നെ ചിന്തിക്കില്ല. പെണ്ണ് മാത്രമല്ല ആണും അങ്ങനെയാണ്. രണ്ടുപേരും ഇത് അപ്പോഴത്തെ ചിലപ്പോ ഇത് ഫസ്റ്റ് ടൈം ഒക്കെ ആയിരിക്കും ഇനി ജീവിക്കണ്ട. അപ്പോഴൊന്നും അവർ ചിന്തിക്കില്ല. നമ്മൾക്ക് നമ്മുടെ ബാക്കിലോട്ട് നോക്കുമ്പോൾ അവര് നമ്മുടെ കുറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഫാമിലിയെ കുറിച്ച് ആ സമയത്ത് നമ്മൾ ഓർക്കുന്നില്ല. നമ്മുടെ ഹണിബിയിലെ മറ്റേ ബാസിയിലൂടെ കിടക്കണ ഒരുത്തണ്ടല്ലോ മറ്റേ തലമുടി, അവന്റെ ഒരു പടമുണ്ട്. വിന്റേജ് പടം, വിന്റേജ് കണക്ക് എടുത്തൊരു പടമാണ്. അതില് അവൻ ഒരു പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് റിജക്ട് കിട്ടി. ഇനി എന്റെ അടുത്ത് കാണാൻ വരുന്നത് എന്നൊക്കെ പഠിക്കണം. അതെ, ഇനി വീട്ടിൽ കയറി കള്ളും കുടിച്ചിട്ട് തൂങ്ങാനായിട്ട് വീട്ടില് മണം പിടിച്ചിട്ട് എന്താ അമ്മയെ ഭരിക്കണേ ചാളെ ഇങ്ങനെ കുടിച്ചാ ഒന്നുമില്ല. ചാളയും ചോറും ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. റിലേഷൻഷിപ്പ് ഇപ്പൊ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എല്ലാം ഇപ്പോഴത്തെ കുറെ നാൾ മുമ്പായിട്ടും ഇപ്പൊ നല്ലൊരു പ്രായം ഒരു 22-23 ആ വയസ്സൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിലും ഏതാണെങ്കിലും റിലേഷൻഷിപ്പ് പോകണമെങ്കിൽ രണ്ടുപേരും ശ്രമിച്ചാലേ പറ്റും. റിലേഷൻഷിപ്പ് അത് അതിന്റെ നല്ലൊരു ഇതില് കൂടുതലും ഈ ഈഗോ പ്രശ്നം കാരണമാണ് ബന്ധങ്ങളൊക്കെ പോകണം. കൂടുതൽ ഈഗോ അവൻ മിണ്ടിയില്ലല്ലോ, അവൻ വിളിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് വിളിക്കുന്നു, ഞാനല്ലേ ഫസ്റ്റ് വിളിച്ചത്, അവനല്ലേ ലാസ്റ്റ് മെസ്സേജ് ഇട്ടത്, എന്റെ മെസ്സേജ് കണ്ടില്ല, എന്റെ മെസ്സേജ് കണ്ടിട്ട് വേണ്ടേ ഞാൻ റിപ്ലൈ കൊടുക്കാൻ, ഓൺലൈനിൽ ഇരിക്കുന്നു എന്നിട്ട് റിപ്ലൈ ഇല്ല. അവൻ 2 റീൽ അയച്ചു, ഞാനും അയച്ചു, അവൻ തിരിച്ച് റീൽ അയച്ചില്ല, ലൈക്ക് ചെയ്തില്ല, അതുകൊണ്ട് ഞാനും 2 റീലിന് ലൈക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ വാശിയുണ്ട്. ഈഗോയും വാശിയും വേറെ വേറെ, പക്ഷെ വാശിയാണ് കൂടുതലും വരുന്നത്. 2 കൂട്ടർക്ക് ഈഗോ ഇല്ലാത്ത മനുഷ്യരായിട്ടില്ല. പക്ഷെ ചിലതിലൊക്കെ ഈഗോ നോക്കിയിരുന്ന കാര്യമില്ല. ചിലപ്പോ നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെച്ചൊക്കെ മിണ്ടാറുണ്ട്. റിലേഷൻഷിപ്പ് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇപ്പൊ ഒരാൾ മനസ്സിലാക്കി രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കി ഹെൽത്തി റിലേഷൻഷിപ്പ് അങ്ങനെ പോയിട്ട് കാര്യമാണ്. കൂടുതലും അതാണ്. ഒന്ന് ഒരാള് താൻ നിൽക്കൂല, അതാണ് പ്രശ്നം. ഒരാൾ താന്നു കൊടുക്കൂല, അത് ഭയങ്കര പ്രശ്നമാണ്. റിലേഷൻ അതിപ്പോ ഒരാൾ താന്നെന്ന് വെച്ചോ, പക്ഷെ ആ ഓപ്പോസിറ്റ് ആള് പിന്നെ തലേ കയറും. എപ്പോഴും താന്നില്ല, അവൻ താന്നില്ലോ. സത്യം. പെണ്ണ് താന്നിരുന്നാലും ആണ് തലേ കയറും, താന്നിരുന്നാലും പെണ്ണ് തലേ കയറും. ഇത് ഉറപ്പാണ്. വായി തോന്നി വിളിച്ചു പറയുക, ആവശ്യമില്ലാതൊക്കെ പറയുക, അത് നമുക്ക് വീട്ടുകാരെ പറയുക. അത് പിന്നെ ആള് പറയണമെന്നൊന്നുമില്ല, അത് മറക്കത്തില്ല. ഈ ചില കാര്യങ്ങളൊന്നും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ കുറെ കാര്യങ്ങൾ മറക്കത്തില്ല. എന്ന് വെച്ചാൽ എന്തിനു പറഞ്ഞാലും മറക്കത്തില്ല. ആണുങ്ങൾക്ക് കൂടുതൽ ഫീൽ ആവണ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മളെ ഹെർട്ട് ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതും മനസ്സിൽ പോകില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വല്ലതും പറയൂല. അതങ്ങനെയാണ്. അത് ഗേൾസിന് വിഷയമാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഒരു സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് അത് ആദ്യം നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോഴും ഇനി പറയത്തില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിൽ തറച്ചൊരു സാധനമാണ്, അത് പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. അത് ആണായാലും പെണ്ണായാലും. അതിപ്പം വേറെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല, മനസ്സിൽ പോകത്തില്ല. എനിക്ക് എന്തുമാത്രം എന്റെ കൂട്ടുകാരന്റെ ഇടയിൽ തന്നെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഇതാണ്, ശോകമാണ്. അപ്പം നല്ല പോലെ കൊണ്ടുപോവാ, നല്ല പോലെ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് കൊണ്ടൊക്കെ റിലേഷൻഷിപ്പ് ഓക്കെ ആയി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് പോകാവൂ. അതിപ്പം ഒരാൾക്ക് മടുത്ത് അല്ലെങ്കിൽ മടുത്താം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ആൾ അതിൽ അക്സെപ്റ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിർത്താം. ഓക്കെ, ഒരാൾ മടുത്തിട്ടായിരിക്കും പറയുന്നത്, ആൾ നമ്മൾ പിന്നെ പിടിച്ചു നിർത്തിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ തുടക്കത്തില് നമ്മൾ ആ ഉന്മാദത്തിൽ ചിലപ്പം എസ് ഒക്കെ പറഞ്ഞു, ഒന്ന് ആലോചിക്കണം, തുടർന്ന് പറ്റുമോ, നമ്മുടെ ഫാമിലിയിൽ സമ്മതിക്കുമോ. ആ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയും നമുക്ക് ഇഷ്ടമാണ്, പെണ്ണാണെങ്കിലും ആണായാലും പറയും. പക്ഷെ ഒരാളായാലും 2 പേരിൽ ഒരാളായാലും ഒരു ടൈം ചിന്തിക്കണം, പറ്റുമോ,
അല്ല രണ്ടുപേരും ചിന്തിക്കണം. രണ്ടുപേരും ചിന്തിക്കണം. അതിപ്പം ആണിന്റെ സ്ഥലത്താണ് സൈഡിലാണെങ്കിലും വീട്ടിലൊക്കെ ആവോ, ആ വീട്ടുകാർ സമ്മതിക്കും, എങ്ങനെ ജോലി കിട്ടുമോ, ജോലി കിട്ടിയിട്ട് കല്യാണം, അല്ലെങ്കിൽ ആ ജോലി കിട്ടാനുള്ള ഇത് ടൈം കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ജോലി കിട്ടാൻ വേണ്ടി ആ പയ്യന്മാര് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ആ ടൈമിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ എങ്ങനെ ആവുമെന്ന വീട്ടുകാർ സമ്മതിക്കുമെന്നൊന്നും ഉറപ്പില്ല. ജോലിയൊക്കെ ആയിട്ട് അപ്പോഴും നമ്മളുടെ ആ ബന്ധം ഉണ്ടെങ്കിൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മെയിനായിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ കൂടുതൽ അറ്റാച്ച്ഡ് ആവും. അതിപ്പം ഫസ്റ്റ് ലവ് ആണെങ്കിലും സെക്കൻഡ് ലവ് ആണെങ്കിലും ഏതാണ്, നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഓവർകം ചെയ്യാൻ ഇറങ്ങാൻ പാടാണ്. പെണ്ണാണെങ്കിലും ഓവർകം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നും, മരിക്കണമെന്ന് തോന്നും, അങ്ങനെ കുറെ ഇതൊക്കെ തോന്നും. അപ്പൊ നമ്മളത് നോക്കിയിട്ട് വേണം, അത് നോക്കണം, കൂടുതൽ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് അടുത്ത് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ പുതിയ വേറെ ലൊക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇതൊക്കെ കമന്റ് സെക്ഷൻ ഓപ്പൺ ആണ്. വിജൃംഭിച്ച് കിടക്കുകയാണ്. ദൂരെ ലൊക്കേഷൻ വെച്ചളയത് കമന്റ് സെക്ഷൻ വിജൃംഭിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ കമന്റ് ഇടാം. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ നിങ്ങൾക്ക് ലൊക്കേഷൻ സജസ്റ്റ് ചെയ്യാം. ട്രിവാൻഡ്രത്ത് തന്നെ നമ്മള് കൊല്ലം ബേസ്ഡ് ആ ബോർഡർ പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തതിന് ഒരു ഗസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, ഗസ്റ്റ് കാണും, ചിലപ്പോ കാണും. ഓക്കെ, അതെ. എങ്കിൽ നമ്മളപ്പോ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.